അവസാനത്തെ അലാറം അടിച്ചപ്പോഴാണ് ബെഡിൽ നിന്ന് പൊന്തി. റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായി. എന്നാണ് ഈ ആകെ ഒരു തിരക്ക് പിടിച്ച ദിവസമായി പോയി. ഇവിടെ എത്തി കഴിഞ്ഞപ്പം എയർപോർട്ടിലും ഒടുക്കത്തെ തിരക്ക്. പഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഒരു ഫ്ലൈറ്റ് റെഡി ആയി നിൽക്കുന്നുണ്ട്. പക്ഷേ റെഡി ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. അതും കഴിഞ്ഞ് ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് ക്യാപ്റ്റന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അധികം വൈകാതെ തന്നെ ക്ലിയറൻസ് കിട്ടിയോണ്ട് പെട്ടെന്ന് പുഷായി. പിന്നെ ആ ഫ്ലൈറ്റിന്റെ പണി കഴിഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു ഇനി ഫ്ലൈറ്റ് ഒന്നുമില്ല, എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്ത് ഹാങ്കറിൽ കൊണ്ടുപോകാൻ. കുറച്ചേറെ റെസ്റ്റ് കിട്ടില്ലോ എന്നുള്ളതിന്റെ പൊലിവാണ് എന്റെ മൊത്തം. ഇവിടെ എത്തിയപ്പോൾ അടുത്ത പണി എന്നാണെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്. ഏതായാലും ഇവിടെ ചെക്കന്മാർക്ക് വെറുതെ ഇരിക്കാൻ എല്ലാത്തിനും വിളിച്ചു എത്തിയിട്ട് ഒന്നടെ ക്ലീൻ ചെയ്യിച്ച് ഇനി കുറച്ചേരം ഇവിടെ തിരിഞ്ഞു കളിച്ച ഒരു 10 രൂപ കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്ലൈറ്റ് വന്നു. അങ്ങനെ ആ ഫ്ലൈറ്റിലെ ക്രൂ തന്ന ഫുഡാണത്. ഞാനൊരു മിന്റ് ജ്യൂസും ബിരിയാണിയും കൂട്ടിയിട്ട് ഒരു പിടിങ്ങ് പിടിച്ച് വെറുതെ കിട്ടിയോണ്ട് പറയില്ല, ഒരു രസമില്ല. തെന്ന് കജ്ജക്കിയപ്പോൾ അടുത്ത പണി വന്നാണ്. ഇതിനാകുമ്പോൾ പിന്നെ പുഷ് ബാക്കിന്റെ ആവശ്യമൊന്നുമില്ല. ക്രോവിനുള്ള ട്രാൻസ്പോർട്ടേഷനും ഫ്യൂവലിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ ഫ്യൂവലിംഗ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു. അത് ഡിപ്പാർച്ചർ ആയപ്പോൾ തന്നെ ഏകദേശം നേരം വെളുത്ത്. ഞാൻ നമ്മൾ റൂമിൽ പോട്ടെ, ശരി എന്നാലേ.